എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഗ്രിൽഡ് ചിക്കനാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഈ ചിക്കൻ ആവശ്യമുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി അതേ അളവിൽ തന്നെ വെളുത്തുള്ളിയുമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇപ്പോൾ അധികം പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു വീക്കെൻഡൊക്കെ ഫിഷ് ഗ്രില്ല് അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്ത് ഫാമിലിയായിട്ട് വീക്കെൻഡൊക്കെ ആഘോഷിക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് നമുക്ക് നന്നായിട്ട് ക്ലീനാക്കി ഈ ചിക്കൻ ഞാൻ നന്നായി ക്ലീനാക്കി റെഡിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളൊക്കെ നന്നായി ക്ലീനാക്കി എടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കത്തി വെച്ചിട്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനാണ്. നന്നായി ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കണം. ഇന്നത്തെ ചിക്കൻ ഗ്രില്ലിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ അനിയനും കൂടിയുണ്ട്. പക്ഷെ അവനിന്ന് ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവൃത്തിയുമില്ല. ഞാൻ വേറെ ഒരു വീഡിയോയിൽ എൻ്റെ ഫാമിലിയെ മൊത്തമായിട്ട് കാണിച്ച് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ചിക്കൻ ആവശ്യത്തിനുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് 3 സ്പൂൺ മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങ നീര്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചിക്കൻ മസാല. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന് ശേഷം ഞാനിത് 15 മിനിറ്റോളം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തതിന് ശേഷം കിട്ടുകയുള്ളൂ. അപ്പോൾ കുറേ സമയത്തെ പണിക്ക് ശേഷം ചിക്കന് നന്നായി മസാലയൊക്കെ പുരട്ടി ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. മസാല പുരട്ടിയതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ് ഞാൻ ചിക്കനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എങ്കിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുള്ളൂ. അപ്പോൾ ചിക്കനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. ഇനി ഗ്രില്ല് ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിക്കനെ ഓവൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തു. ഇനി ഇത് കണ്ടോ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനതിൽ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ വേണം എന്നാണ് പറയുന്നത് ഒരു ഫുൾ ചിക്കൻ ഗ്രില്ലായി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുശേഷം ഇത് കണ്ടോ ഫയറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കൻ കറങ്ങുന്നുണ്ട്. ഇനി ഒരു ഇടയ്ക്കൊന്ന് ഓപ്പണാക്കി നോക്കണം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഇനി ഞാൻ ഈ ഓവനൊന്ന് അടച്ചു കൊടുക്കാൻ പോവാണ്. ഒരു 45 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആയി ഞാൻ തുറന്ന് നോക്കി. ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊന്നും ആയിട്ടില്ല, ഇനിയും ടൈം എടുക്കും. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം എൻ്റെ ചിക്കൻ ഫുൾ ഗ്രില്ലായിട്ടുണ്ട്. കണ്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.